കാൽമുട്ടിന് MRI എടുത്തിട്ട് ഡോക്ടേഴ്സ് സർജറി നിർദ്ദേശിച്ചവരാണോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം 99% ACL, മെനിസ്കസ്, ലിഗമെന്റ് സർജറികളും വളരെ പെട്ടെന്ന് എമർജൻസിയായി ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. നമ്മൾ MRI ഒക്കെ എടുത്തിട്ട് ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ട് നല്ല സർജനെ കണ്ടുപിടിക്കുന്നു. അതേ പ്രാധാന്യത്തോടെ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് റിക്കവറിക്ക് ആവശ്യമായ ഒരു ഫിസിയോയെ കൂടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ സർജറിക്ക് മുന്നോടിയായിട്ട് ഹോസ്പിറ്റലിൽ ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ ആ ദിവസം തന്നെ അഡ്മിറ്റ് ആകുന്നു. നമ്മളെ ജനറൽ ടെസ്റ്റുകൾ, നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റുകൾ, നിങ്ങൾ സർജറിക്ക് ഫിറ്റാണോ നോക്കുന്ന രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റിനും പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അതായത് ഫിസിക്കൽ ടെസ്റ്റിൽ നമ്മൾ നിങ്ങളുടെ കാല് ഇപ്പോൾ ഇഞ്ചുറി പറ്റിയ നീ അത് ഫുള്ളായിട്ട് ബെൻഡ് ആവുന്നുണ്ടോ, മസിൽസ് സ്ട്രെങ്ത് ഉണ്ടോ, മസിൽസ് ആക്ടിവേറ്റഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഇത് കറക്റ്റ് അല്ല, ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ ഫെയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു ഫിസിയോയുടെ കൂടെ പ്രിഹാബിലോട്ട് പോകണം. ഈ പ്രിഹാബിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ സർജറി ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ നിങ്ങളുടെ സർജറിക്ക് ശേഷമുള്ള റിക്കവറി നമുക്കൊന്ന് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു കംപ്ലീറ്റ് ACL റിഹാബിന് ഒരുങ്ങാനും കഴിയും എന്നുള്ളതാണ് സത്യം.